വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 53 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അറിയുന്നു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഈശോ തൻ്റെ ഇരുകരങ്ങളും നമ്മളുടെ ഓരോരുത്തരുടെയും മുകളിൽ നീട്ടിപ്പിടിച്ച് നമ്മളെ ഈ സായം സന്ധ്യയിൽ അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ ഒത്തിരിയേറെ പേര് ആഗ്രഹിച്ചിട്ടും സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ട്, കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് ധാരാളം ദൈവമക്കൾക്ക് ഇന്ന് ഈ ദിവ്യകാരുണ്യ മരിയ ഭവനിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. അവരെല്ലാവരെയും നമുക്ക് ഒരു നിമിഷം ഓർക്കാം. തമ്പുരാന് അവരെല്ലാവരെയും സമർപ്പിക്കാം. ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ ആയിരിക്കുന്ന ഈ സന്ധ്യയില് ദൈവത്തിന്റെ അനുഗ്രഹങ്ങള് നമ്മുടെ മേല് ധാരാളമായിട്ട് ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മെ തന്നെ തമ്പുരാന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിന്റെ വചനം അത് നിഷ്പ്രഭമാവുകയില്ല. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന് ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന മഴ പോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തില് മണ്ണ് മൂടി കിടക്കുന്ന നന്മയുടെ വേരുകളില് പച്ചപ്പ് തളിർക്കുകയും നമ്മുടെയൊക്കെ ജീവിതങ്ങളില് ഫലം ചൂടുകയും ചെയ്യുന്ന ജീവിതങ്ങളായിട്ട് മാറും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട്, ഈ ആത്മാവാണല്ലോ വചനത്തെ ഫലം ചൂടിക്കുന്ന ആത്മാവ്, ഈ ആത്മാവാണല്ലോ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന ഈ ആത്മാവ്, ഈ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എന്ന പോലെ, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ എന്ന പോലെ ഈ ദൈവവചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും മാംസം ധരിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഹൃദയത്തിലും പ്രവർത്തിക്കണമേ. വചനത്തെ സ്വീകരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങേക്ക് വിട്ടുതരുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഈ സായം സന്ധ്യയില് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് കടന്നു വന്നത് വെറുതെ ഒന്നുമല്ല. തമ്പുരാന്റെ മുൻപിലായിരുന്നു കൊണ്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവകൃപകള് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തമാക്കുവാനും
വലിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മോടുകൂടി ആയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹത്താൽ നിറയുവാനുമൊക്കെയാണ് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് നമ്മളെല്ലാവരും ഈ സായം സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരിയേറെ മനുഷ്യര് പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് തങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരിയേറെ ജീവിതത്തിൽ തളർന്നുപോയ മനുഷ്യര് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്നിരുന്ന് മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ വേദനകളിൽ നിന്നെല്ലാം അവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. വേദനകളോടെ വന്നവര് പുഞ്ചിരിയോടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ജീവിതത്തിൽ ബലഹീനതകളുമായിട്ട് വന്നവര് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ യേശു സാന്നിധ്യത്തിന്റെ മുൻപിൽ വന്നിരുന്നിട്ട് ബലപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. കണ്ണുനീരോടെ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരുന്ന മനുഷ്യര് സന്തോഷത്തിന്റെ പുഞ്ചിരിയോടെ കടന്നു പോയിട്ടുണ്ട്. ദൈവാനുഗ്രഹങ്ങള് ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപില് നമ്മളെല്ലാവരും വന്നിരിക്കുമ്പോഴും നമുക്കും വിശ്വസിക്കാം, ജീവിതത്തിൽ നമുക്ക് ബലഹീനതയുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ബലഹീനതകള് ശക്തി പ്രാപിക്കും. ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപില് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപില് നമ്മളായിരിക്കുന്ന ഈ നിമിഷങ്ങളില് ഈ കുറവുകള് നികത്തപ്പെടും. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളില് വെച്ച് നീട്ടും. ജീവിതത്തിൽ ഒത്തിരിയേറെ കണ്ണുനീര് കുടിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും. വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു നീക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുന്ന ഒരു ദൈവമാണ് ഈ പരിശുദ്ധ കുർബാനയില് ദിവ്യകാരുണ്യത്തിന് മുൻപില് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അഗ്നിയെക്കുറിച്ച്, തീയെക്കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട്, അകലെയായിരിക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം, കുറച്ചുകൂടി അടുത്തേക്ക് വന്നാൽ അതിന്റെ ചൂട് നമുക്ക് അനുഭവിക്കാം. എന്നാല് അഗ്നിക്കുള്ളിൽ കടന്നാല് നമുക്ക് തീക്കട്ടയായിട്ട് മാറാം. ഈ പരിശുദ്ധ കുർബാനയാകുന്ന വലിയ തീനാളം ഈ അഗ്നികുണ്ഡം നമ്മുടെ മുൻപിൽ ആയിരിക്കുകയാണ്. ഏത് വിധേനയും ഏത് രൂപത്തിലും ഈ പരിശുദ്ധ കുർബാനയോട് നമുക്ക് പ്രതികരിക്കാം. നമുക്ക് വേണമെങ്കിൽ അകലെയായിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോ അനേകർക്ക് കൊടുക്കുന്ന നന്മകളൊക്കെ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ നന്മകളെ കുറിച്ചൊക്കെ വായിച്ചുകൊണ്ട് നമുക്ക് ആശ്ചര്യപ്പെടാം. അല്ലയോ, എത്രയോ നന്മകളാണ് പരിശുദ്ധ കുർബാനയിലെ ഈശോ അനേകർക്ക് നൽകുന്നത്. ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ എത്രയോ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. നടുവേദന മാറുന്നു, ക്യാൻസർ മാറുന്നു, എയ്ഡ്സ് മാറുന്നു, ഓപ്പറേഷൻ കൂടാതെ രോഗത്തിൽ സൗഖ്യമുണ്ടാകുന്നു. നമുക്കെല്ലാവർക്കും ഇതൊക്കെ കേൾക്കുവാൻ സുഖമാണ്, ഇതൊക്കെ വായിക്കുവാൻ ഒരു രസമാണ്, രോമാഞ്ചം ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വായിച്ചു കേട്ട് യേശു അനേകർക്ക് പകർന്നു കൊടുക്കുന്ന ഈ ശക്തികളെ കുറിച്ചൊക്കെ ആശ്ചര്യപ്പെടാം, സൗന്ദര്യം ആസ്വദിക്കാം അകലെയായിരുന്ന്. അല്ലെങ്കിൽ കുറച്ചുകൂടി തമ്പുരാന്റെ മുൻപിലേക്ക് കടന്നു വന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടിന്മേലായിരുന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ച് അനുഗ്രഹങ്ങള് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കാം. ഈ പരിശുദ്ധ കുർബാനയുടെ ചൂട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തെ കാര്യമാണ്, ഈ പരിശുദ്ധ കുർബാനയിലേക്ക് കടന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് തീരാം. അഗ്നിക്കുള്ളിൽ കടന്ന് തീക്കട്ടയായിട്ട് മാറുന്നത് പോലെ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരുന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൈതന്യം സ്വീകരിച്ച്, ദൈവസ്നേഹത്തിന്റെ അഗ്നി സ്വീകരിച്ച് അനേകരുടെ ജീവിതങ്ങളിലേക്ക് ഈ പരിശുദ്ധ കുർബാനയെ കൊണ്ടുചെന്ന് ദൈവത്തിന്റെ സ്നേഹം കൊണ്ടുവന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട്, മറ്റൊരു പരിശുദ്ധ കുർബാനയായിട്ട് യേശുവിന്റെ സ്നേഹം ഹൃദയത്തിൽ വഹിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ധ്യാനകേന്ദ്രത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ഈ മൂന്നാമത്തേതായിരിക്കട്ടെ, അഗ്നിക്കുള്ളിൽ കിടന്ന് തീക്കട്ടയായിട്ട് തീരുന്ന അവസ്ഥ. ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്നിരുന്ന് ആ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം മുഴുവൻ ജീവിതത്തിലേക്ക് ആവാഹിച്ചിട്ട് പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും വസിക്കുന്നുവെന്ന്.
നമ്മുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസം വെറുതെ ഈശോ ഈ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് 2014 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ചോ, അവൻ എപ്രകാരം ഗലീലയിലും ജെറുസലേത്തും ഒക്കെ ചുറ്റി നടന്ന് അനേകർക്ക് വചനം പ്രസംഗിച്ചോ, എപ്രകാരം അന്ധന്മാരെ സുഖപ്പെടുത്തിയോ, എപ്രകാരം ചെകിടന്മാരുടെ ചെവിയിൽ തൊട്ട് അവരുടെ ചെവി തുറന്നു കൊടുത്തുവോ, എപ്രകാരം അന്ധരുടെ കണ്ണുകളിൽ തൊട്ട് അവരുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയോ, എപ്രകാരം മുടന്തരുടെ കൈകളിൽ പിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയോ, എപ്രകാരം രോഗികളെ തൊട്ട് അവരെ സൗഖ്യപ്പെടുത്തിയോ, എപ്രകാരം കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയോ, എപ്രകാരം പിശാച് ബാധിതരെ സുഖപ്പെടുത്തിയോ, നായിനിയിലെ വിധവയുടെ മകനെ അവൻ തൊട്ട് ജീവനുള്ളവനാക്കിയതുപോലെ, ജായിറോസിന്റെ മകളെ കൈക്ക് പിടിച്ച് തലീത്താക്കും എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞതുപോലെ, ലാസറിന്റെ ശവകുടീരത്തിൽ വന്ന് അവന്റെ കല്ലുരുട്ട് മാറ്റിയതിനു ശേഷം ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് അവനെ ജീവനുള്ളവനാക്കിയതുപോലെ, അപ്രകാരം ഇന്നും ഈ 2014 വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തിക്കുന്ന സജീവ ദൈവമായ ഉദിതനായ യേശുക്രിസ്തുവിലാണ് നമ്മുടെ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഒരു യേശുവിന്റെ സാന്നിധ്യത്തിലല്ല നമ്മുടെ വിശ്വാസം. ഇന്നും പ്രവർത്തനനിരതനായിരിക്കുന്ന, ഇന്നും ഉദിതനായിട്ട് ജീവിക്കുന്നവനായിട്ട് നമ്മുടെ മധ്യത്തില് ഈ ദിവ്യകാരുണ്യത്തിൽ പ്രവർത്തിക്കുന്ന യേശുവിലാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ വ്യക്തി തന്നെയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ജീവിതത്തില് രോഗങ്ങളുടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ അനുഭവിക്കുന്ന, കടബാധ്യതകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യര്, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ലാത്തവര്, കണ്ണുനീര് കുടിക്കുന്ന അമ്മച്ചിമാര് എല്ലാവരും ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഒന്നും ഓർക്കണം, തമ്പുരാന്റെ മുൻപിൽ വന്ന് നമ്മുടെ ബലഹീനതകൾ സമർപ്പിക്കുമ്പോൾ, തമ്പുരാന്റെ മുൻപിൽ വന്ന് നമ്മുടെ സമാധാനമില്ലായ്മകള് ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ കണ്ണുനീരോടെ ഏറ്റുപറയുമ്പോൾ ദൈവം അവയെല്ലാം അനുഗ്രഹമാക്കി മാറ്റും. കാരണം മറ്റൊന്നുമല്ല, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകളുടെ മധ്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിലും, ജീവിതത്തിന്റെ കണ്ണുനീർ കായലിലൂടെയാണ് നമ്മുടെ ജീവിതമാകുന്ന തോണി നമ്മൾ ഇന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിലും, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കുവാന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും, ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നമുക്ക് ഒരൊറ്റ കാര്യം ഓർക്കാം, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഇവയെക്കുറിച്ചൊന്നും നമുക്ക് ആകുലപ്പെടേണ്ട. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഇവയെക്കുറിച്ചൊന്നും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇവയ്ക്കെല്ലാം പരിഹാരമായവനാണ് യേശുക്രിസ്തു. വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് സേവിയർ വാൻതുവാന്റെ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സാക്ഷ്യം. എനിക്ക് ഈ പുസ്തകം ഒത്തിരിയധികം ഇഷ്ടമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ താഴ്ചകളിൽ നിന്ന് ഉയർന്നു ചാടുവാന് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ഉള്ളിൽ പ്രത്യാശ നിറയ്ക്കുന്ന ഒരു പുസ്തകമാണ് ഈ വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് സേവിയർ വാൻതുവാന്റെ ജീവചരിത്രം പരാമർശിക്കുന്ന പ്രത്യാശയുടെ സാക്ഷ്യം എന്ന പുസ്തകം. ബിഷപ്പ് വാൻതുവാൻ ഇപ്രകാരം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മാതാവിന്റെ ഒരു സ്വർഗാരോഹണ തിരുനാളിന്റെ അന്ന് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പട്ടാളം വന്ന് ഈ ബിഷപ്പ് വാൻതുവാനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇദ്ദേഹം ലോഹ ധരിച്ച് കൈയിൽ ജപമാലയും ഏന്തി ജയിലിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഇദ്ദേഹം തന്നോട് തന്നെയായിട്ട് ഇപ്രകാരം പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ദൈവത്തിന്റെ സംരക്ഷണത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ജയിലിലേക്ക് കടന്നു വന്ന തടവ് പുള്ളികൾക്ക് അവരുടെ കയ്യിൽ വെക്കുവാനായിട്ട് അവകാശമുണ്ടായിരുന്നത് അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് മാത്രമായിരുന്നു.